afternoon all. Good afternoon, ma'am. Good afternoon, ma'am. Afternoon. നമ്മള് ഫ്രണ്ട് ഓഫീസ് നമ്മള് കഴിയാറായി അല്ലേ? ലാസ്റ്റ് ക്വസ്റ്റ്യനാണ്. കഴിഞ്ഞ ദിവസത്തെ എല്ലാവരും വായിച്ചു കാണും അല്ലേ? എങ്ങനെയുണ്ടോ? കുട്ടികളുണ്ടോ? ഡൗട്ടുകളുണ്ടോ? അപ്പൊ നമ്മള് ലാസ്റ്റ് എടുത്തത് പോയിന്റ്സ് എല്ലാം കംപ്ലീറ്റ് പറഞ്ഞു അല്ലേ? ജോബ്സ് ആൻഡ് ഡ്യൂട്ടീസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടും പറഞ്ഞില്ലേ? അപ്പൊ നമുക്ക് നെക്സ്റ്റ് എടുക്കാനുള്ളത് സ്കിൽസ് തുടങ്ങിയാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പൊതുവെ നമ്മൾ മനസ്സിലാക്കിയ ഫ്രണ്ട് ഓഫീസിലുള്ള വ്യക്തിക്ക് ഒരുപാട് ഗുണങ്ങളൊക്കെ വേണം. നമുക്ക് എന്താണ് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. നെക്സ്റ്റ് വീണ്ടും അതിനെ തന്നെ കുറിച്ചിട്ടുള്ള ഒരു കണ്ടിന്യൂവേഷൻ തന്നെയാണ്. അതായത് അവരുടെ പ്രത്യേകമായിട്ടുള്ള കഴിവുകൾ അല്ലെ? അവർക്ക് നമുക്കറിയാം ഫ്രണ്ട് ഓഫീസിൽ ഇരിക്കുന്ന വ്യക്തി തീർച്ചയായിട്ടും കസ്റ്റമേഴ്സുമായിട്ടുള്ള ചോദിച്ചറിഞ്ഞ എല്ലാ കാര്യങ്ങളൊക്കെ അവർ ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്ത് അല്ലെ? നമുക്കറിയാം ഇപ്പൊ കമ്പ്യൂട്ടറൈസ്ഡ് ആയതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും പോയിന്റ് പറയാത്തതുണ്ടോ? ഇവിടെ തുടങ്ങിയാണ് പറയേണ്ടത്. സോറി, ഞാനിവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. അത് മറ്റേ ക്ലാസ്സിലാണ്. സോറി. നമുക്കപ്പോ ലാസ്റ്റ് പോയിന്റ് പേഷ്യൻസ് ടു അപ്പോയിന്റ്മെന്റ്സ് ആർ ഷെഡ്യൂൾഡ് അല്ലെ? അതുവരെയല്ലേ ഇപ്പൊ അത് നിർത്തിയത് ആണോ? അപ്പൊ അവിടെ എന്താണ് കുറച്ച് കൂടി ഉള്ള പോയിന്റ്സ് ഉണ്ട്. അതായത് കുറച്ച് നമ്മള് എന്താണ് റിസപ്ഷനിസ്റ്റ് ചെയ്യേണ്ടിയിരിക്കുന്ന ഡ്യൂട്ടിയിൽ പെടുന്ന കുറച്ച് പോയിന്റ്സ് കൂടി നോക്കാം. അതിൽ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഫെസിലിറ്റേറ്റ് പേഷ്യൻസ് ഫ്ലോ by notifying the provider the patient's arrival, being aware of delays and communicating with the patients and the clinical staff. തുടങ്ങിയല്ലേ? ആണോ? ഓക്കെ. അപ്പൊ അവിടെ നെക്സ്റ്റ് പറയാനുള്ളത് ഇൻ കേസ് പേഷ്യന്റ് വരുന്നത് ഡിലേ ആവാനായിട്ടുള്ള സാഹചര്യം ഉണ്ട് എന്ന് കൃത്യമായിട്ട് തന്നെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്കറിയാമല്ലേ, ചിലപ്പോഴൊക്കെ നമ്മൾ ബുക്ക് ചെയ്ത് ഡോക്ടേഴ്സിന്റെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ബുക്ക് ചെയ്യും. ചിലപ്പോൾ ആ ഡേറ്റിൽ നമുക്ക് വേറെ എന്തെങ്കിലും അസൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവിടെ ഇൻഫോം ചെയ്യാം. നമുക്ക് ടൈം ഒന്ന് മാറ്റി തരണം അല്ലെ? ഇങ്ങനെ ചില കാരണങ്ങൾ കൊണ്ട് നമുക്ക് അത് ആ സമയത്ത് നമുക്ക് വരാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതൊക്കെ അല്ലെ? അപ്പൊ തീർച്ചയായിട്ടും ഇതിലും അത് തന്നെയാണ് പറയുന്നത്. ഫെസിലിറ്റേറ്റ് പേഷ്യന്റ് ഫ്ലോ ബൈ നോട്ടിഫൈങ് ദ പ്രൊവൈഡർ ദ പേഷ്യൻസ് അറൈവൽ, ബീങ് അവെയർ ഓഫ് ഡിലേസ്. ഡിലേ ആകാൻ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അവിടെ ആശയവിനിമയം നടത്തണം. കാരണം ആരായിട്ടും ക്ലിനിക്കൽ സ്റ്റാഫായിട്ട് അല്ലെ ഇന്ന പേഷ്യന്റ് വരാനായിട്ട് ലേറ്റ് ആകും എന്നുള്ള കാര്യം കൃത്യമായിട്ട് തന്നെ അവിടെ ഇൻഫോം ചെയ്യണം. അപ്പൊ പേഷ്യൻസ് കാലതാമസത്തെ കൂട്ടി നേരത്തെ കൂട്ടി ബോധവാന്മാരാണ് റിസപ്ഷനിസ്റ്റ് എങ്കിൽ തീർച്ചയായിട്ടും അവിടുത്തെ ക്ലിനിക്കൽ സ്റ്റാഫായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇന്ന പേഷ്യന്റ് ലേറ്റ് ആയിട്ട് വരാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യം. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നമുക്കറിയാം അതനുസരിച്ചിട്ട് അവർക്ക് ചീറ്റും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാം അല്ലെ? ഷെഡ്യൂൾ ചെയ്യുന്നതിൽ ഒരു ഭേദഗതി വരുത്താനായിട്ട് അവർക്ക് സാധിക്കും. നെക്സ്റ്റ് പറയുന്നത് ആൻസർ ഇൻകമിംഗ് കോൾസ് ആൻഡ് ഡീൽ വിത്ത് ഇൻക്വയറീസ്. Answer the phone while maintain polite, consistent phone manner using proper telephone etiquette.
അതായത് നമ്മൾ ചോദിക്കുന്ന അല്ലെ ഒരു ഫോണിൽ കൂടിയാണ് എന്തെങ്കിലും കാര്യങ്ങൾ എനിക്ക് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവര് കൃത്യമായിട്ട് തന്നെ മറുപടികൾ പറയണം. എങ്ങനെ പറയണം എന്ന് പറയുന്നത് ആൻസറുകളൊക്കെ പറയണത് എപ്പോഴും നല്ല ശാന്തമായ രീതിയിൽ അല്ലെ പൊളൈറ്റ് ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ സാധാരണ രീതിയിൽ ഒരു മിറ്റിഗേറ്റ് അല്ലെ നമ്മുടെ ടെലിഫോണിൽ ഉണ്ടായിരിക്കേണ്ട മര്യാദകൾ പാലിച്ചുകൊണ്ട് തീർച്ചയായിട്ടും അവർക്ക് വ്യക്തമായ രീതിയിൽ തന്നെ മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ പറഞ്ഞു കൊടുക്കേണ്ടതായിട്ട് വരും. ഒരുപാട് സൗണ്ട് കുറച്ചോ അല്ലെങ്കിൽ ലൗഡ് വോയിസിലോ ഒക്കെ ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാക്കി തന്നെ ആൻസറുകൾ കൊടുക്കാതെ അവർക്ക് മാന്യമായ രീതിയിൽ ഗ്രഹിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ ആൻസറുകൾ കൊടുക്കുക എന്നുള്ളത്. ഓക്കെ അല്ലേ? കേണോ? നെക്സ്റ്റ് നോക്കുമ്പോൾ ട്രാൻസ്ഫർ കോൾസ് ആസ് റിക്വയർഡ്. കേസ് നമുക്കറിയാം ആവശ്യാനുസരണം കോളുകളൊക്കെ ചിലപ്പോൾ ചില ഡിപ്പാർട്ട്മെന്റിലേക്കൊക്കെ കോൺടാക്ട് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. എൻക്വയറീസ് വിളിച്ചിട്ട് ആയിരിക്കും ചിലപ്പോൾ മെഡിസിനെ കുറിച്ചിട്ട് ഫാർമസിയിലേക്ക് കോൺടാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ ലാബിൽ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടൊക്കെ ആണെങ്കിൽ അവരൊക്കെ ആയിട്ട് കോൺടാക്ട് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ടാവും. അപ്പൊ അത്തരത്തില് കോളുകളൊക്കെ ട്രാൻസ്ഫർ ചെയ്യുക. ദെൻ കളക്ട് കോപ്പീസ് ആൻഡ് പേയ്മെന്റ്സ്. എന്താണ് കോപ്പീസ് ആൻഡ് പേയ്മെന്റ്സ് എന്ന് പറയുന്നത്? അതായത് എന്തെങ്കിലും ഒരു ഡോക്ടറെ കാണാനായിട്ട് ചിലപ്പോൾ പേയ്മെന്റ് ഒക്കെ നേരത്തെ കൊടുക്കുക അല്ലെങ്കിൽ ഡോക്ടറിന്റെ എന്തെങ്കിലും ഒരു സാധ്യതകൾ അല്ലെ റിഡക്ഷൻ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അഡ്വാൻസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ കൂടി അല്ലെ അത് കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. കോപ്പേ എന്ന് പറയുന്ന ഒരു ഡോക്ടറിന്റെ സന്ദർശനമോ കുറിപ്പോ ഉള്ള ഒരു ആരോഗ്യ സേവനത്തിൽ വരുന്ന അല്ലെ ഒരു പേഷ്യന്റ് മുൻകൂട്ടി അടയ്ക്കാനായിട്ട് നിശ്ചയിച്ചിട്ടുള്ള ഒരു തുകയാണ് നമുക്കറിയാം അഡ്വാൻസ് പേയ്മെന്റ് എന്ന് പറയും. അത് നമ്മൾ ബുക്ക് ചെയ്യുമ്പോഴൊരു പേയ്മെന്റ് നമ്മൾ അടയ്ക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അതിന്റെ ബാലൻസ് അടയ്ക്കേണ്ടതുള്ളൂ എങ്കിൽ അതിനനുസരിച്ചുള്ള സൗകര്യങ്ങൾ അവർ കൈകാര്യം ചെയ്ത് കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ഇൻ കേസ് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ ചിലപ്പോൾ ഫുൾ എമൗണ്ട് കൈപ്പറ്റിയെന്ന് വരും. അപ്പൊ കൃത്യമായിട്ട് തീർച്ചയായിട്ടും നെക്സ്റ്റ് ടൈമിൽ നമുക്ക് കാണുമ്പോൾ അല്ലെ അവർക്ക് അറിയാം പിന്നെ പേഷ്യന്റ് നേരത്തെ ബുക്ക് ചെയ്തപ്പോൾ തന്നെ എല്ലാ എമൗണ്ടും അടച്ചിട്ടുണ്ട് അല്ലെ. അതാണ് നെക്സ്റ്റ് ഇതിൽ പറയുന്നത് കളക്ട് കോപ്പീസ് ആൻഡ് പേയ്മെന്റ്. അടച്ചിട്ടുണ്ടോ ഇല്ലയോ നമ്മൾ വെരിഫൈ ചെയ്ത് മനസ്സിലാക്കി എടുക്കാം. ക്ലിയർ ആയോ? നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ റിപ്പോർട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് ആസ് റിക്വയർഡ്. കേസിൽ നമുക്കറിയാം പല സ്ഥിതിവിവര കണക്കുകളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അല്ലെ ഈ വർഷത്തിലെ ജനിക്കുമ്പോ തന്നെ മരിച്ചേക്കുന്ന കുട്ടികളുടെ എന്തെങ്കിലും സ്ഥിതിവിവര കണക്കുകൾ അല്ലെങ്കിൽ എന്താണ് നമ്മൾ കോവിഡിന്റെ സമയത്തൊക്കെ കണ്ടിരുന്നു അല്ലെ ഇന്ന ഡേറ്റില് കോവിഡ് റിപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ വ്യക്തികൾ ഇൻ കേസ് സുഖം പ്രാപിച്ചവര് മരണമടഞ്ഞവര് അല്ലെങ്കിൽ ഇത്രയും ഏജിന് മേലെയുള്ള വ്യക്തികളുടെ എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് അസുഖങ്ങൾ വ്യാപിക്കുന്നുണ്ടെങ്കിൽ ആ ടൈമിൽ എത്ര പേർക്ക് ഇന്ന അസുഖം സ്ഥിരീകരിച്ചു അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും സ്ഥിതിവിവര കണക്കുകൾ ആവശ്യമുണ്ടെങ്കിൽ അതിന്റെ റിപ്പോർട്ടൊക്കെ തയ്യാറാക്കി കൊടുക്കേണ്ടത് ആര് തന്നെയാണ്? ആരുടെ കാര്യം നമ്മൾ പറയുന്നത്? അത് തന്നെ റിപ്പോർട്ടൊക്കെ തയ്യാറാക്കി കൊടുക്കേണ്ടതായിട്ട് വരുന്നത് ഫ്രണ്ട് ഓഫീസിലെ റിസപ്ഷനിസ്റ്റ് അല്ലെ അദ്ദേഹം തന്നെയാണ്. ഇത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എത്ര പേഷ്യന്റ് ഇന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് അഡ്മിഷൻ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ എത്ര പേര് ഇങ്ങനെ ഇന്ന ഡേറ്റ് മുതൽ നോക്കുമ്പോൾ ഡെത്തായിട്ട് വിടുന്ന ഡിസ്ചാർജ് ചെയ്ത് പോയിട്ടുണ്ട് അല്ലെ നമ്മുടെ വിട്ടിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും അല്ലെ എന്താണോ സ്ഥിതിവിവര കണക്കുകളുമായി ബന്ധപ്പെട്ട് വരുന്നത് അതിന്റെ റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നത്. ഷെഡ്യൂൾ ഹോസ്പിറ്റൽ അഡ്മിഷൻസ് ടെസ്റ്റ് സ്കാൻസ് ആൻഡ് ഔട്ട്സൈഡ് അപ്പോയിന്റ്മെന്റ്സ് ഫോർ പേഷ്യൻസ്. അത് നമുക്കറിയാം പേഷ്യന്റിന് വേണ്ടിയിട്ട് അവർക്ക് അല്ലെ ചിലപ്പോൾ ടെസ്റ്റിന് വരുന്നവരുണ്ടാവാം സ്കാനിങ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വരുന്നവരുണ്ടാവാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും അല്ലെ ഹോസ്പിറ്റൽ അഡ്മിഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ പേഷ്യന്റുമായി ബന്ധപ്പെട്ട റിലേറ്റീവ്സ് അവർ എന്തുമായി ബന്ധപ്പെട്ടാണോ വന്നിരിക്കുന്നത് അവരുടെ ക്രമം അല്ലെ അവരുടെ ഷെഡ്യൂൾ കാണുന്ന ക്രമങ്ങളെല്ലാം തയ്യാറാക്കി കൊടുക്കേണ്ടത് നമ്മുടെ റിസപ്ഷനിസ്റ്റിന്റെ ഡ്യൂട്ടി തന്നെയാണ്. എന്താ നെക്സ്റ്റ് പറയുന്നത് ഡീൽ വിത്ത് ഇൻകമിങ് ആൻഡ് ഔട്ട് ഗോയിങ് പോസ്റ്റ്. അതായത് നമുക്കറിയാം എന്തെങ്കിലും അല്ലെ ഇൻ കേസ് വേറെ എന്തെങ്കിലും ഒരു പോയിന്റിന്റെ ഇടയിൽ വിട്ടുപോയി അല്ലെ 2 പോയിന്റ് പോയി. obtain external okay obtain external medical reports as required by a medical professional. അതായത് എന്തെങ്കിലും റിപ്പോർട്ട് ഇപ്പൊ ചിലപ്പോഴൊക്കെ ഡോക്ടേഴ്സ് അല്ലെ നമ്മുടെ ഹോസ്പിറ്റൽ സൗകര്യമില്ല എങ്കിൽ ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ പുറത്തു പോയി ചെയ്യാനൊക്കെ ആയിട്ട് ആവശ്യപ്പെടും. ഉണ്ടാവാറുണ്ടോ? അങ്ങനെ ആവശ്യപ്പെടില്ലേ? സ്കാനിങ് ഒക്കെ നമ്മുടെ ഹോസ്പിറ്റലിൽ ഇല്ല എങ്കിൽ അല്ലെ
അപ്പൊ അവരുടെ റിപ്പോർട്ട്സുകൾ മസ്റ്റ് ആയിട്ട് തന്നെ റിപ്പോർട്ട് അത് കളക്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അതെ സ്കാനിങ് കാര്യങ്ങളൊക്കെ അല്ലെ. അപ്പൊ ഈ എക്സ്റ്റേണൽ മെഡിക്കൽ റിപ്പോർട്ട്സ് ആർ റിക്വയർഡ് ബൈ മെഡിക്കൽ പ്രൊഫഷൻ. അപ്പൊ ഡോക്ടേഴ്സ് അങ്ങനെ എന്തെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നേടിയെടുക്കുക. അതൊക്കെ ഓക്കെ ആണോ അല്ലെ, അത് കൺഫേം ചെയ്തൊക്കെ സ്ഥിരീകരിച്ചിട്ട് വേണം നെക്സ്റ്റ് ടൈമിൽ ഡോക്ടറിനെയൊക്കെ കാണാനായിട്ട്. നെക്സ്റ്റ് പറയുന്നത് റെസ്പോണ്ട് ആൻഡ് കംപ്ലൈ ടു റിക്വസ്റ്റ് ഫോർ ഇൻഫോർമേഷൻ. ഇതാണ് എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും അപേക്ഷ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും അല്ലെ, ഇൻ കേസ് കസ്റ്റമേഴ്സ് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിലെല്ലാം തന്നെ റെസ്പോണ്ട് ചെയ്യും അല്ലെ. ഇത് ചിലപ്പോൾ ആണെങ്കിൽ നിങ്ങളിങ്ങനെ നമ്മൾ പിടിക്കരുത് അല്ലെ, ടെസ്റ്റ് കാര്യങ്ങൾക്കൊക്കെ കുറച്ച് സമയം നമുക്ക് ഡിലേ വരുന്നു അല്ലെങ്കിൽ ക്യൂ നിൽക്കേണ്ടതായിട്ട് വരുന്നു ഡോക്ടറെ കാണാൻ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ റിക്വസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുക അതൊക്കെ റെസ്പോണ്ട് ചെയ്യുക. ഓക്കെ, അതിലൊക്കെയുള്ള ഒരു മറുപടികൾ ഇൻ കേസ് എന്തെങ്കിലും ഇൻഫോർമേഷനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിൽ തന്നെ അല്ലെ, എന്തെങ്കിലും വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണെങ്കിൽ തന്നെയും അതിനനുസരിച്ചിട്ടുള്ള മറുപടികൾ അവർക്ക് വ്യക്തമാക്കി കൊടുക്കുക എന്നുള്ളത്. Then deal with the incoming and outgoing post. അതായത് നമുക്കറിയാം എപ്പോഴും ഈ പോസ്റ്റൽ ആയിട്ടുള്ള കാര്യങ്ങളും ഉണ്ടാവും അല്ലെ. അപ്പൊ അതിന്റെ ഡീലിങ്സും, അതായത് പോസ്റ്റലായിട്ട് ചിലപ്പോ ചില കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലിലേക്ക് വരാം, പോസ്റ്റലായിട്ട് അയക്കേണ്ടതും ഉണ്ടാവും. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നതും നമ്മുടെ റിസപ്ഷനിസ്റ്റ് ഡ്യൂട്ടിയാണ്. Then complete other clerical duties as assigned. അതായത് അദ്ദേഹത്തിന് ഏൽപ്പിച്ചിരിക്കുന്ന അല്ലെ, അദ്ദേഹത്തിന് ചുമതല ഏർപ്പെടുത്തിയിരിക്കുന്ന മറ്റേതെങ്കിലും എഴുത്തുകുത്ത് ജോലികളെല്ലാം തന്നെ കംപ്ലീറ്റ് ആക്കുക എന്നുള്ളത് മസ്റ്റായിട്ടും റിസപ്ഷനിസ്റ്റിന്റെ ഡ്യൂട്ടിയിൽ പെടുന്നതാണ്. ഓക്കെ അല്ലേ, പോയിന്റ്സുകളൊക്കെ അല്ലേ? ഏതെങ്കിലും പോയിന്റുകൾ പറയണോ? ഓക്കെയാണ്. അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നെക്സ്റ്റ് പറയുന്നത് മെയിൻറ്റെയിൻ സ്റ്റോക്ക് ഓഫ് ഫോംസ് ആൻഡ് കീപ് മെഡിക്കൽ ഓഫീസർ supplies adequately stocked by expecting inventory needs, placing orders and monitoring office equipment. അതായത് നമുക്കറിയാം ഹോസ്പിറ്റലിന് അതിൻ്റെതായ കുറെ കാര്യങ്ങളൊക്കെ അല്ലെ. ചിലപ്പോ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഹോസ്പിറ്റലിന്റെ ഫെസിലിറ്റി അനുസരിച്ചിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഡ്യൂട്ടികളായിരിക്കും റിസപ്ഷനിസ്റ്റ് ഉണ്ടാക്കുക അല്ലെ. അപ്പൊ വലിയ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അഡ്മിഷൻ കാര്യങ്ങളൊക്കെ മാത്രമായിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക. ചിലപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ക്ലിനിക്കൽ ജോലി ചെയ്യേണ്ടതുണ്ടാവാം. ഇപ്പൊ ഈ പറഞ്ഞോണം ഹോസ്പിറ്റലിൽ എന്താണോ അവരെ ഏൽപ്പിച്ചിരിക്കുന്നത്, ചുമതലപ്പെടുത്തിയിരിക്കുന്നത് അതെല്ലാം ചെയ്യേണ്ടതായിട്ട് അല്ലെ. ഇപ്പൊ ഇവിടെ ഹോസ്പിറ്റലിന് എന്താണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട് ചില സ്റ്റോക്കും കാര്യങ്ങളൊക്കെ അല്ലെ. അപ്പൊ അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? സ്റ്റോക്ക് ഓഫ് ഫോംസ് ആൻഡ് കീപ് മെഡിക്കൽ ഓഫീസ് സപ്ലൈസ് adequately stocked by expecting inventory needs, placing orders and monitoring office equipment. ഈ ഓഫീസ് എക്യുപ്മെന്റ്സ് ഒക്കെ അതൊക്കെ നിരീക്ഷിക്കുക. ഏതിനെങ്കിലും എന്തെങ്കിലും കംപ്ലൈന്റുകളൊക്കെ ഉണ്ടോ എന്നൊക്കെ ഉള്ളത് നിരീക്ഷിക്കുക. ഓർഡറുകളും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അതൊക്കെ കൊടുക്കുക. ഇൻവെന്ററി സ്റ്റോക്ക്, അതായത് മതിയായ സ്റ്റോക്കുകളും കാര്യങ്ങളും ഉണ്ടോ എന്നുള്ളതൊക്കെ മനസ്സിലാക്കി വെക്കുക. ഇല്ല എങ്കിൽ അതിനനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കുക. എല്ലാം തന്നെ അല്ലെ, എല്ലാ ഫോമുകളും സ്റ്റോക്ക് ഓഫ് ഫോംസ് ആൻഡ് കീപ് മെഡിക്കൽ ഓഫീസ് സപ്ലൈസ് ആയിരിക്കില്ല. ഇൻ കേസ് എന്തെങ്കിലും ഫോമുകളുടെയൊക്കെ അപര്യാപ്തതകൾ ഉണ്ടായെങ്കിൽ അല്ലെങ്കിൽ ഓഫീസ് ഐറ്റംസിന് എന്തെങ്കിലുമൊക്കെ കുറവുകൾ ഉണ്ടായെങ്കിൽ അതൊക്കെ ഉണ്ട് അല്ലെ, അതൊക്കെ നിലവിൽ സ്റ്റോക്ക് അവൈലബിലിറ്റി ഉറപ്പുവരുത്തിക്കൊണ്ട് പോകേണ്ടതും ആരുടെ ഡ്യൂട്ടി തന്നെയാണ്? റിസപ്ഷനിസ്റ്റിന്റെ ഡ്യൂട്ടി തന്നെയാണ്. ആണോ അല്ലെ? നമ്മൾ പറയും അല്ലെ, മാനേജ്മെന്റിനെ ബോധ്യമാക്കും പിന്നെ എല്ലാ സാധനങ്ങൾക്കൊക്കെ ഷോർട്ടേജ് ഉണ്ട്, അതിനനുസരിച്ചിട്ട് അവർ അവൈലബിലിറ്റി ആക്കും അല്ലെ. അപ്പൊ അതൊക്കെ ആ ഒരു ചുമതലയും അവരിൽ ബാധിക്കുന്നത് തന്നെയാണ്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ensure that reception area is well maintained, neat and clean. ഓക്കെ, നമ്മൾ ചെയ്യുന്ന ഡ്യൂട്ടി എന്ത് തന്നെയാണെങ്കിലും ആ ഭാഗമൊക്കെ നീറ്റ് ആയിട്ട് ടൈഡി ആക്കണം അല്ലെ. അപ്പൊ അതും ഉറപ്പുവരുത്തേണ്ട ഡ്യൂട്ടി നീറ്റ് ആയിട്ടാണ് കൈകാര്യം ചെയ്തതെന്ന് ഉറപ്പുവരുത്തേണ്ടതും റിസപ്ഷനിസ്റ്റിന്റെ ഡ്യൂട്ടിയിൽ പെടുന്നതാണ്. ഞാൻ ലാസ്റ്റ് പോയിന്റ് നോക്കാം. സേഫ് ഗാർഡ് പേഷ്യന്റ് പ്രൈവസി ആൻഡ് കോൺഫിഡൻഷ്യാലിറ്റി. പ്രൊട്ടക്ട് പേഷ്യന്റ് കോൺഫിഡൻഷ്യാലിറ്റി, മേക്കിംഗ് ഷുവർ ദാറ്റ് protected health information is secured by not leaving PHI in a plain sight and locking off the computer before leaving it unattended. അതായത് നമുക്കറിയാം റിസപ്ഷനിസ്റ്റ് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയുടെ ടൈമിൽ എപ്പോഴും ഇൻഫോർമേഷൻസ് വരുന്ന പേഷ്യൻസിൽ നിന്നൊക്കെ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്ത് അതൊക്കെ എൻ്റർ ചെയ്ത് അത് അല്ലെ സേവ് ചെയ്യുന്നോടത്തൊക്കെ സേവ് ചെയ്ത് ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കൊക്കെ അയക്കുന്നോടത്തൊക്കെ അയക്കും അല്ലെ. തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു വിശ്വസ്തതയുടെ പേരിലാണ് എല്ലാ കാര്യങ്ങളും അവർ ഷെയർ ചെയ്യും. ഓരോ കസ്റ്റമറും അവരവരോട് അല്ലെ നമ്മൾ വെളിപ്പെടുത്തുന്നത് അവര് വിശ്വസ്തയോട് കൂടിയിട്ട് അവരുടെ ഡാറ്റാസ് ഒക്കെ കീപ്പ് ചെയ്യുന്നുള്ള ഉറപ്പിന്മേലാണ് ആയിരിക്കില്ലേ? ആണോ? ഓക്കെ, അപ്പൊ
അങ്ങനെ വരുമ്പോൾ അവിടെ പ്രൈവസിക്ക് അല്ലെങ്കിൽ ഒരു സ്വകാര്യത അവിടെ മസ്റ്റായിട്ടും കീപ്പ് ചെയ്യേണ്ടതുണ്ട്. ആര് റിസപ്ഷനിസ്റ്റ് സ്വകാര്യത മസ്റ്റായിട്ടും കീപ്പ് ചെയ്യേണ്ടതുണ്ട് അല്ലെ. അത് തന്നെയാ പറയുന്നത് സെഫ്ഗാർഡ് പേഷ്യന്റ് പ്രൈവസി ആൻഡ് കോൺഫിഡൻഷ്യാലിറ്റി. അവരുടെ ആത്മവിശ്വാസം, അവരുടെ ഡാറ്റാന്മേലുള്ള ആ ഒരു സീക്രസി, അത് തീർച്ചയായിട്ടും ആ സുരക്ഷാ കാര്യം കൈകാര്യം ചെയ്യേണ്ടത് റിസപ്ഷനിസ്റ്റിന്റെ ഡ്യൂട്ടിയാണ്. പ്രൊട്ടക്ട് പേഷ്യൻസ് കോൺഫിഡൻഷ്യാലിറ്റി, മേക്കിംഗ് ഷുവർ ദാറ്റ് protected health information is secured by not leaving PHI in plain sight and logging of the computer before leaving unattended. എന്താണ് PHI എന്ന് പറയുന്നത്? അവിടെ മുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫോർമേഷൻ അണ്ടർലൈൻ ചെയ്യുന്ന പോയിന്റ് ഇപ്പോഴും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പ്രൈവസിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇത് പറയുന്നത്. PHI എന്ന് പറയുന്നത് എന്താണ്? പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫോർമേഷൻ. അതായത് അവര് കൊടുക്കുന്ന ഇൻഫോർമേഷൻസ്, എപ്പോഴും കൊടുക്കുന്ന വിവരങ്ങൾ സംരക്ഷിക്കുക എന്നുള്ള ഒരു ചുമതല കൂടി ആർക്കുണ്ടാവും? നമ്മുടെ റിസപ്ഷനിസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവരെന്താണ്, അവര് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ ആക്റ്റീവായിട്ട് തന്നെ കൈകാര്യം ചെയ്യുക. ഇൻ കേസ് നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലൊക്കെ ഇറങ്ങി പോകുമ്പോൾ അതൊക്കെ ഷട്ട് ഡൗൺ ചെയ്ത് അല്ലെ, ആ ഒരു ഇതിൽ നിന്ന് ലോഗിങ് ഔട്ട് ചെയ്തതിനു ശേഷം മാത്രമാണ് നമ്മൾ ആ ഒരു മേഖലയിൽ നിന്നൊക്കെ പോകാം. കാരണം എല്ലാവർക്കും അത് ഓപ്പൺ ഇതിൽ തന്നെ എല്ലാവർക്കും വായിച്ചിരിക്കാനായിട്ട്. PHI എന്ന് പറയുന്നത് മേക്കിംഗ് ഷുവർ ദാറ്റ് പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫോർമേഷൻ ഇസ് സെക്യൂർഡ് ബൈ നോട്ട് ലിവിംഗ് PHI ഇൻ പ്ലെയിൻ സൈറ്റ്. അതായത് ഇവിടെ പറയുന്നത് പ്രൊട്ടക്ട് ചെയ്യുക അല്ലെ, സംരക്ഷിക്കുക. ആരെ ഇൻഫോർമേഷൻസ്? വരുന്ന കസ്റ്റമേഴ്സ് കൊടുക്കുന്ന ഇൻഫോർമേഷൻസ് അല്ലെ, അത് പ്രൊട്ടക്ട് ചെയ്യുക, സംരക്ഷിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? അതിന്റെ ആ ഒരു സ്റ്റാൻസ് ഫോം, ഷോർട്ട് ഫോം, എക്സ്പ്ലനേഷൻ ഒക്കെയാണോ? അഥവാ ചെയ്യേണ്ട പോയിന്റ് ഒക്കെയാണോ? ഓക്കെ, ഞാൻ വീണ്ടും പറയുന്നത് എന്താണ്, ഇതിന്റെ ആ ഒരു ആത്മവിശ്വാസം കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് സംരക്ഷിക്കണമെന്ന് പറയുന്നത്. ഈ പ്ലെയിൻ സൈറ്റ് ആൻഡ് ലോങ്ങിങ് ഓഫ് കമ്പ്യൂട്ടർ ബിഫോർ ലിവിംഗ് അൺഅറ്റൻഡഡ്. ഇൻ കേസ് റിസപ്ഷനിസ്റ്റ് അദ്ദേഹത്തിന്റെ വേറെ എന്തെങ്കിലും ഡ്യൂട്ടിയിലൊക്കെ ഏർപ്പെട്ട് പോകുമ്പോഴും ഇത് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടല്ല പോകേണ്ടത്. തീർച്ചയായിട്ടും ലോഗിങ് ഔട്ട് ചെയ്തതിനു ശേഷം മാത്രമാണ് അവര് മറ്റു കാര്യങ്ങളിലേക്കൊക്കെ പോകാനായിട്ട് പാടുള്ളൂ. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോ നമ്മളെപ്പോഴും അവരെ സംരക്ഷിക്കുക. അവർ തരുന്ന കാര്യങ്ങളെല്ലാം അല്ലെ, നമ്മൾ എപ്പോഴും വിശ്വസ്തയോടുകൂടി കൊടുക്കുന്നതൊന്നും തോന്നുന്നിടത്തൊക്കെ എൻട്രി ചെയ്ത് വെക്കുക എന്നല്ല ഉദ്ദേശിക്കുന്നത്. അവിടെ അതേ അക്കൗണ്ടിൽ തന്നെ എൻട്രി ചെയ്ത് വെക്കുക. തീർച്ചയായിട്ടും അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അടുത്ത വിവാഹങ്ങളിലേക്ക് അല്ലെ, അടുത്ത തരത്തിലുള്ള ഏത് ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോഴും ലോഗ് ഔട്ട് ഒക്കെ ചെയ്തതിനു ശേഷം മാത്രം അതിലേക്ക് പോകുക എന്നുള്ളത്. അപ്പൊ അത്തരം പോയിന്റ്സ് ഇത്രയൊക്കെ നമ്മുടെ റിസപ്ഷനിസ്റ്റിന്റെ ഡ്യൂട്ടീസ് ആണ്. നമ്മൾ കണ്ട പോയിന്റ്സ് ഒക്കെ തന്നെയാണ് അല്ലെ. ഒരുപാട് കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുന്ന കഴിവുകളൊക്കെ ഇതിൽ വിവരിച്ചിട്ടുണ്ട് അല്ലേ. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. മൊത്തത്തില് ഏതെങ്കിലും പോയിന്റ് വീണ്ടും പറയേണ്ടതുണ്ടെങ്കിൽ ചോദിക്കുക. PHIയുടെ ക്വസ്റ്റ്യൻസ് മിക്കപ്പോഴും കാണാറുണ്ട് കേട്ടോ. അതിന്റെ ഷോർട്ട് ഫോം തന്നിട്ട്, അബ്രിവേഷൻ തന്നിട്ട് തന്നെ എക്സ്പാൻഡഡ് ഫോം കാണിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ പ്രൈവസിക്ക് വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം ചോദിച്ച് കാണാറുണ്ട്. ഓക്കെ, അല്ലേ? എന്തെങ്കിലും പോയിന്റ് കിട്ടാത്തതുണ്ടോ? വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടതുണ്ടോ? കണ്ടിന്യൂ ചെയ്യാം. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അടുത്തതായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി സ്കിൽസ് അല്ലെ, ഇവരുടെ പ്രധാനപ്പെട്ട കഴിവുകളോടൊപ്പം തന്നെയുള്ള പ്രത്യേകം അല്ലെ, നേരത്തെ പറഞ്ഞ പേഴ്സണൽ ഇതിനോടൊപ്പം തന്നെ പ്രത്യേകമായിട്ടുള്ള ചില കഴിവുകൾ കൂടി ഇവർക്ക് ആവശ്യമായിട്ടുണ്ട്. അതായത് സാധാരണയായിട്ട് ടെലിഫോൺ എറ്റിക്കേറ്റ്, കസ്റ്റമർ സർവീസ്, ബേസിക് വേർഡ് ആൻഡ് എക്സൽ പ്രോഗ്രാംസ്, മാനേജ്മെന്റ്, മൾട്ടി ടാസ്കിങ്, ഓർഗനൈസേഷൻ ഷെഡ്യൂളിംഗ്.
അതായത് നമ്മളൊരു റിസപ്ഷനിസ്റ്റിന് ഉണ്ടായിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അതായത് ഇൻ കേസ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. അപ്പൊ ബേസിക് ആയിട്ടുള്ള എക്സലും അല്ലെ നമ്മുടെ ഇതുകളെല്ലാം അല്ലെ നമുക്ക് റിസപ്ഷനിസ്റ്റിന്റെ മുമ്പിൽ വരുന്ന ഡാറ്റാസ് ഒക്കെ കളക്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ളത് ഏത് രീതിയാണോ അല്ലെ നമ്മൾ ചെയ്യാറെന്നൊക്കെ ഉള്ള സോഫ്റ്റ്വെയറിനെ കുറിച്ചൊക്കെ പഠിച്ചു അല്ലെ. അപ്പൊ ബേസിക് ആയിട്ടുള്ള അത്തരത്തിലുള്ള വേർഡും എക്സലും പ്രോഗ്രാംസ് ഒക്കെ മനസ്സിലാക്കിയിരിക്കണം. അതോടൊപ്പം തന്നെ ടെലിഫോൺ മര്യാദകൾ പാലിക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. കസ്റ്റമർ സർവീസസ് അല്ലെ എല്ലാവർക്കും ഉപഭോക്താക്കൾക്ക് എന്തൊക്കെ സേവനങ്ങൾ ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഫെസിലിറ്റേറ്റ് ചെയ്യാനായിട്ട് സൗകര്യങ്ങൾ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതിനെ കുറിച്ചൊക്കെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കാനുള്ള പ്രത്യേക കഴിവുണ്ടായിരിക്കണം. ഡെൽറ്റ മാനേജ്മെന്റ് അല്ലെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്ത് കൺട്രോൾ ചെയ്ത് അല്ലെ ഇൻ കേസ് ഒരുപാട് പേര് ഒന്നിച്ചു വരുമ്പോഴൊക്കെ അത് അവരെയൊക്കെ എന്താണ് പരമാവധി അല്ലെ ക്ഷമയോട് കൂടിയിട്ട് എല്ലാവരും ക്യൂ ആയിട്ടൊക്കെ നിർത്തി ഓരോന്നോരോന്ന് രജിസ്റ്റർ ചെയ്ത് ഓരോ ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കാനുള്ള പ്രത്യേക കഴിവുണ്ടായിരിക്കണം. മൾട്ടി ടാസ്കിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം വ്യത്യസ്ത കഴിവുകൾ അവർക്ക് ഉണ്ടാവും അല്ലെ. ഫോൺ അറ്റൻഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ എന്താണ് ഫ്രണ്ടിൽ വിളിക്കുന്ന വ്യക്തികളുടെ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യേണ്ടതുണ്ടാവും. ഡിപ്പാർട്ട്മെന്റുകൾക്ക് എന്തെങ്കിലും ഇൻഫോർമേഷൻസ് പാസ് ചെയ്യേണ്ടതുണ്ടാവും. അങ്ങനെ വ്യത്യസ്ത കഴിവുകൾ ഒന്നിച്ച് തന്നെ ഒരേ സമയം കൈകാര്യം ചെയ്യേണ്ടതുണ്ടാവാം. പിന്നെ എന്താണ് സംഘടനാപരമായ രീതിയിൽ നല്ല രീതിയിൽ അത് സർവ്വകൂട് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകേണ്ടതുണ്ടാവാം. പിന്നെ അതേപോലെ തന്നെ ഓരോരുത്തർക്കും ഷെഡ്യൂൾ അനുസരിച്ചിട്ട് തന്നെ അവരെ ലഭ്യമാക്കണം അല്ലെ. ഡോക്ടേഴ്സിന്റെ സമയക്രമം അനുസരിച്ചിട്ട് തന്നെ അവർക്ക് അവൈലബിൾ ആക്കി കൊടുക്കേണ്ട ഒരു പ്രത്യേക കഴിവും കൂടി ആർക്കുണ്ടായിരിക്കണം നമ്മുടെ റിസപ്ഷനിസ്റ്റിന് ഉണ്ടായിരിക്കണം. അതുമായി ബന്ധപ്പെട്ട് ഓരോ പോയിന്റ്സ് വഴിയായിട്ട് പറയുന്നുണ്ട്. എന്താണ് ഫസ്റ്റ് പോയിന്റ് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്താ പറയുന്നത് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുമ്പോൾ എന്താണ് നല്ലൊരു ആശയവിനിമയം നടത്താനുള്ള കഴിവുണ്ടാവും അല്ലെ. വരുന്ന റിസപ്ഷനിസ്റ്റിന്റെ മുമ്പിൽ വരുന്ന അല്ലെങ്കിൽ ചോദിക്കുന്ന ഫോൺ കോൾ വഴിയായിട്ടാണെങ്കിലും ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായിട്ട് തന്നെ അല്ലെ മറുപടികൾ പറഞ്ഞു കൊടുക്കാനൊക്കെ ആയിട്ടുള്ള ഒരു നല്ലൊരു ആശയവിനിമയ കഴിവ് ആർക്കുണ്ടായിരിക്കണം നമ്മുടെ റിസപ്ഷനിസ്റ്റിന് ഉണ്ടായിരിക്കണം. ഏബിൾ ടു ലിസൺ എഫക്റ്റീവ്ലി ആൻഡ് എക്സ്പ്രസ് വൺസെൽഫ് ഇൻ എ ക്ലിയർ ആർട്ടിക്കുലേറ്റ് മാനർ. പക്ഷെ എന്താണ് വ്യക്തമായ രീതിയിൽ അല്ലെ വ്യക്തമായ രീതിയിൽ തന്നെ അവർക്ക് പകർന്നു കൊടുക്കാനായിട്ട് ആദ്യം തന്നെ എന്താണ് കേൾക്കാനായിട്ട് അല്ലെ ഫലപ്രദമായ രീതിയിൽ വ്യക്തമായിട്ട് തന്നെ കേൾക്കാനായിട്ട് ആരാണോ എന്ത് പറഞ്ഞാലും അത് എന്താണ് അവർ ഉദ്ദേശിക്കുന്ന ആശയം എന്നുള്ളത് ഉൾക്കാഴ്ചയോട് കൂടി തന്നെ മനസ്സിലാക്കി എടുക്കാനായിട്ട് അല്ലെ. ലിസൺ എഫക്റ്റീവ്ലി ആൻഡ് എക്സ്പ്രസ് വൺസെൽഫ് എന്താ പറയുക ക്ലിയർ അല്ലെ ക്ലിയർ ആയിട്ട് തന്നെ അവർക്ക് വ്യക്തമായ രീതിയിൽ തന്നെ അത് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് സാധിക്കണം അല്ലെ. ആ ഒരു ആർട്ടിക്കുലേറ്റഡ് മാനർ എന്ന് പറയുമ്പോൾ എന്താണ് ചോദിച്ച ചോദ്യം അതിന് മറുപടി അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ വ്യക്തമാക്കി കൊടുക്കാനുള്ള ഒരു കഴിവ് ആർക്കുണ്ടായിരിക്കണം റിസപ്ഷനിസ്റ്റിന് ഉണ്ടായിരിക്കണം. അങ്ങനെയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം നല്ല ആശയവിനിമയം നടത്താനുള്ള കപ്പാസിറ്റി ഉള്ള ഒരു വ്യക്തിയാണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അല്ലേ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. നെക്സ്റ്റ് നോക്കാം ഇൻഫോർമേഷൻ കളക്ഷൻ ആൻഡ് മാനേജ്മെന്റ്. എന്താ പറയണേ ഏബിൾ ടു കളക്ട് ഓർഗനൈസ് ആൻഡ് മോണിറ്റർ ഡാറ്റ എഫിഷ്യന്റ്ലി. അതായത് വിവര ശേഖരണത്തിനും അതേമാതിരി തന്നെ ഡാറ്റകളൊക്കെ കൃത്യമായിട്ട് തന്നെ ശേഖരിച്ചിട്ട് അതിനെ ഒന്ന് സംഘടിപ്പിച്ച് അല്ലെ അത് കൃത്യമായി തന്നെ ആസൂത്രണം ചെയ്ത് അതിനെ നിരീക്ഷിച്ച് എഫിഷ്യന്റ്ലി എന്ന് പറഞ്ഞാൽ കാര്യക്ഷമമായിട്ട് തന്നെ അതിനെ നിരീക്ഷിച്ച് എത്തേണ്ടടുത്ത് നമുക്കറിയാം റിസപ്ഷനിസ്റ്റിനോട് ചോദിച്ചറിഞ്ഞ് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്ത് ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണെന്നുള്ളത് കണ്ടെത്തി അല്ലെ ആ ഒരു നിരീക്ഷണ ഘട്ടത്തിലേക്ക് എത്തി അവരെ എഫിഷ്യന്റ് ആയിട്ട് അതിലേക്ക് ക്രമീകരിച്ചു കൊടുക്കുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഡ്യൂട്ടിയും കൂടി അല്ലെ അതിന് പ്രത്യേക കഴിവ് വേണം. സമയത്തിനനുസരിച്ചിട്ട് അവരെ കൈകാര്യം ചെയ്ത് വിടാനുള്ള പ്രത്യേക കഴിവ് അല്ലെ. ഇൻഫോർമേഷൻസ് കളക്ഷൻ ആൻഡ് മാനേജ്മെന്റ് അതിന്റെ നിയന്ത്രണ കാര്യങ്ങളെല്ലാം ചെയ്ത് നടപ്പാക്കാനുള്ള പ്രത്യേക കഴിവ് റിസപ്ഷനിസ്റ്റിന് ഉണ്ടായിരിക്കണം. Then planning and organizing. എന്താ പറയുക able to multitask, prioritize എന്താ പറയുക and schedule task and activities. അതായത് able to multitask എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു എന്താ multitask എന്നോട് ഉദ്ദേശിക്കുന്നത്. multitask എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിച്ചത്? ഓക്കെ എന്ത് മൾട്ടിടാസ്ക് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കഴിവാണ് അല്ലെ വിശേഷപ്പെട്ട കഴിവാണ്. അത് എന്ത് കഴിവാണ് ഉദ്ദേശിക്കുന്നത്? രണ്ട് ജോലികളും ഒപ്പം ചെയ്യാനായിട്ടുള്ള കഴിവ് അല്ലെ. അത് ഒന്ന് കേൾക്കാനായിട്ട് ചിലപ്പോൾ ഫ്രണ്ടിൽ നിൽക്കുന്ന വ്യക്തിയോട് അവരുടെ ഇൻഫോർമേഷൻസിന് അനുസരിച്ചിട്ട് മറുപടി ചെയ്യാനുള്ള കഴിവ്.
ഇൻ കേസ് അവരോട് മറുപടി കൊടുക്കാനായിട്ട് പറ്റിയില്ലെങ്കിൽ കൂടി നമ്മൾ നേരത്തെ കണ്ടായിരുന്നു അല്ലെ, ജസ്റ്റ് കണ്ണിലൂടെ ഐ കോണ്ടാക്ട് എങ്കിലും ചെയ്ത് അവരെ പിടിച്ചു നിർത്താനുള്ള കഴിവ് അല്ലെ. ചിലപ്പോൾ പക്ഷെ ഒരു വ്യക്തിക്ക് എല്ലാം ഈ പറഞ്ഞ മാതിരി 2-3 വർക്കുകളൊക്കെ ഒരേപോലെ ചെയ്യാനായിട്ട് പറ്റിയെന്ന് വരില്ല. പക്ഷെ അവരുടെ മുമ്പിൽ വരുന്ന ടാസ്കുകളെ ഒന്നിച്ച് കൈകാര്യം ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ട് അല്ലെ, കപ്പാസിറ്റി ഉണ്ടെന്ന് വരുത്തി തീർക്കാനുള്ള കഴിവെങ്കിലും ഉണ്ടാകണം അല്ലെ. ഇൻ കേസ് അവരുടെ ഐ കോണ്ടാക്ട് കൊണ്ട് അവരുടെ പ്രസൻസ് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള പ്രത്യേക കഴിവ് കൂടി അവർക്ക് ഉണ്ടായിരിക്കണം അല്ലെ. പ്രയോറിറ്റൈസ് ആൻഡ് ഷെഡ്യൂൾ ടാസ്ക് ആൻഡ് ആക്ടിവിറ്റീസ് എന്ന് വെച്ചാൽ മുൻഗണന അനുസരിച്ചിട്ട് അവർക്ക് ഓരോ കാര്യങ്ങളും ഷെഡ്യൂൾ ചെയ്ത് പ്രവൃത്തിയിലേക്ക് എത്തിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കഴിവ്, അതിനുള്ള അനുസരിച്ചിട്ടുള്ള ആസൂത്രണം ഓർഗനൈസിംഗ് ഒക്കെ നടത്താനുള്ള പ്രത്യേക കപ്പാസിറ്റി ആർക്കുണ്ടായിരിക്കണം? റിസപ്ഷനിസ്റ്റിന് ഉണ്ടായിരിക്കണം. ആണോ? നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ അറ്റൻഷൻ ടു ഡീറ്റെയിൽ. അറ്റൻഷൻ ടു ഡീറ്റെയിൽ എന്ന് പറയുന്നത് എന്താണ്? അതായത് ഏബിൾ ടു പ്രൊഡ്യൂസ് ആക്യുറേറ്റ് ആൻഡ് ഹൈ ക്വാളിറ്റി വർക്ക്, ഷോ കൺസേൺ ഫോർ ഓൾ ഏരിയാസ് ഇൻവോൾവ്ഡ്. അതായത് കേസ് നമുക്കറിയാം റിസപ്ഷനിസ്റ്റിനെ കുറിച്ചിട്ട് ഉള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെന്ത് ചോദിച്ചാലും ഇൻഫോർമേഷൻസ് കൊടുക്കണം അല്ലെ. അവർ ചോദിക്കുന്നതിന് മറുപടികൾ കൃത്യമായിട്ട് തന്നെ റെസ്പോണ്ട് ചെയ്യണം അല്ലെ. അപ്പൊ അവർക്ക് എന്താണ് എല്ലാ ഏരിയയെ കുറിച്ചിട്ടുള്ള നല്ല അറിവ്, നോളജ് ഉണ്ടായിരിക്കും അല്ലെ. ഇന്ന ഡിപ്പാർട്ട്മെന്റിൽ ഇന്ന ഡോക്ടേഴ്സിന്റെ സേവനമുണ്ട്, അതല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റിൽ സ്കാനിങ് സെന്ററും കാര്യങ്ങളൊക്കെയാണ്, അവിടെ ഇന്ന സമയത്ത് അല്ലെ ആ വ്യക്തിക്ക് അപ്പോയിന്റ്മെന്റ് കാര്യങ്ങളൊക്കെ ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ പല ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചിട്ട് പലതിനെ കുറിച്ചിട്ടുള്ള വിവരം ആർക്കുണ്ടായിരിക്കും? നമ്മുടെ റിസപ്ഷനിസ്റ്റിന് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ എന്താണ് അവർക്ക് നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം അവർക്ക് മൊത്തത്തിലുള്ള ഒരു അവയർനെസ് ഉണ്ട് അല്ലെ. അതുകൊണ്ട് തന്നെ ഏബിൾ ടു പ്രൊഡ്യൂസ് ആക്യുറേറ്റ് ആൻഡ് ഹൈ അല്ലെ, നല്ല കൃത്യതയോട് കൂടിയിട്ട് അവർക്ക് അവരുടെ ഫലം ഉറവാക്കി കൊടുക്കാനായിട്ട് സാധിക്കും. അതാണ് പറയുന്നത്. അതിനുള്ള കഴിവുണ്ടാവണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം എല്ലാത്തിനെയും കുറിച്ചിട്ടുള്ള ഒരു വിവരം ആർക്കുണ്ടായിരിക്കണം? റിസപ്ഷനിസ്റ്റിന് ഉണ്ടായിരിക്കണം. ആണോ? അറ്റൻഷൻ ടു ഡീറ്റെയിൽ. ഓക്കെ, ഇതില് പഠിക്കാനാണോ എന്നുള്ളത് അത് എന്താന്ന് വെച്ചാൽ ഇപ്പൊ നെക്സ്റ്റ് ഞാൻ രണ്ടെണ്ണം കഴിയുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞു കണ്ടിട്ടുണ്ട്. അതായത് അഡാപ്റ്റബിലിറ്റിയെ കുറിച്ചിട്ടായിരുന്നു ഒരു ക്വസ്റ്റ്യൻ വന്നത്. അത് പഠിപ്പിച്ചു തരുമ്പോൾ പറയാം. നെക്സ്റ്റ് നോക്കാം. കസ്റ്റമർ സർവീസ് സ്കിൽ. എന്താണ് കസ്റ്റമർ സർവീസ് സ്കിൽ എന്ന് പറയുന്നത്? ഏബിൾ ടു ഡെവലപ്പ് എ ഗുഡ് കസ്റ്റമർ റിലേഷൻഷിപ്പ് ഫോക്കസിംഗ് ഓൺ അച്ചീവിംഗ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. അതായത് നമുക്കറിയാം ഏതൊരു ഹോസ്പിറ്റലിലും വിജയിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെയുള്ള പേഷ്യൻസിനെ സാറ്റിസ്ഫൈഡ് ആക്കണം അല്ലെ, അവരെ സംതൃപ്തയാക്കി കൊണ്ടുപോകണം. ഇൻ കേസ് സംതൃപ്തമല്ല എങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും അവര് ആ ഹോസ്പിറ്റലിലേക്ക് ട്രീറ്റ്മെന്റ് കാര്യങ്ങൾക്ക് വന്നിട്ട് വരില്ലേ. അപ്പൊ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് അവിടെ ഹോസ്പിറ്റലിന്റെ ആ ഒരു പ്രോഫിറ്റബിൾ അത് ആ ലാഭേച്ഛ എന്നുള്ള കാര്യത്തിൽ നിന്ന് ഒത്തിരി കൂടി താഴേക്ക് ഡൗണായി പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ ആക്ച്വലി എന്താണ് തീർച്ചയായിട്ടും ഇടയ്ക്കിടയ്ക്ക് മിക്കപ്പോഴും എന്താണ് പോകുന്ന പേഴ്സൺസ് തിരിച്ച് വരണം എന്നുള്ള ഒരു ഘട്ടത്തിലേക്ക് എത്തി നിർത്തണം അല്ലെ. അതാണ് കസ്റ്റമർ സർവീസ് സ്കിൽ എന്ന് പറയുമ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ സേവനങ്ങൾ ഈ ഹോസ്പിറ്റലിന്റെ ഇതായിട്ടുള്ള ചില ഫെസിലിറ്റീസ് ഉണ്ട് എന്നുള്ള ബോധവാന്മാരാക്കേണ്ട ഒരു ഡ്യൂട്ടിയും കൂടി ആർക്കുള്ളതാണ്? റിസപ്ഷനിസ്റ്റിന്റെ ഡ്യൂട്ടിയിൽ പെടുന്നതാണ് അല്ലെ. അപ്പൊ അതിനുള്ള ഒരു കഴിവുണ്ടായിരുന്നു. അതായത് നമ്മുടെ ഹോസ്പിറ്റലിന് എന്തെങ്കിലും സ്കാനിങ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന സമയത്തിനുള്ളിൽ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. അതല്ലെങ്കിൽ ഇച്ചിരികൂടിയും അഡ്വാൻറ്റേജസ് ഉണ്ട് ഈ ഇതിന്റെ ഫെസിലിറ്റീസ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ മറ്റുള്ള ഹോസ്പിറ്റലിനെ അപേക്ഷിച്ചുള്ള പെട്ടെന്ന് തന്നെ ഇതിന്റെ റിസൾട്ട് എടുക്കാൻ അല്ലെ. എന്തെങ്കിലും ഒരു കസ്റ്റമർ സർവീസ് സ്കില്ലുകൾ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് തന്നെ ഇൻഫോം ചെയ്യാനായിട്ട് ഉള്ള ഒരു കഴിവ് ആർക്കുണ്ടായിരിക്കണം? നമ്മുടെ റിസപ്ഷനിസ്റ്റിനെ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമാണ് അവർക്ക് നല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടാനായിട്ട് സാധിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും അവർ നെക്സ്റ്റ് ടൈമിൽ നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് തന്നെ വരാനായിട്ട് സന്നദ്ധരാകും. ഏബിൾ ടു ഡെവലപ്പ് ഗുഡ് കസ്റ്റമർ റിലേഷൻഷിപ്പ് ഫോക്കസിംഗ് ഓൺ അച്ചീവിംഗ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. ഓക്കെ, അപ്പൊ അതൊരു പ്രധാനപ്പെട്ട കഴിവ് തന്നെയാണ്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ അഡാപ്റ്റബിലിറ്റി. എന്താണ് അഡാപ്റ്റബിലിറ്റി എന്ന് പറയുന്നത്? ഏബിൾ ടു അഡ്ജസ്റ്റ് അപ്രോച്ച് ടു മീറ്റ് ചേഞ്ചിങ് ഡിമാൻഡ്സ് ആൻഡ് സിറ്റുവേഷൻസ് ദാറ്റ് ഇൻക്ലൂഡ്സ് ഇൻ ഡീലിംഗ് വിത്ത് ഡൈവേഴ്സ് പീപ്പിൾ. അതായത് നമുക്കറിയാം ജനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യസ്ത തരത്തിലുള്ള ജനങ്ങളാണ് അല്ലെ. അവരുടെ ബിഹേവിയർ ഒക്കെ വ്യത്യസ്തമാണ്. എല്ലാവർക്കും അല്ലെ വ്യത്യസ്ത നേച്ചറുകൾ ഉള്ളത് കൊണ്ട് തന്നെ അവരോടൊക്കെ പൊരുത്തപ്പെട്ട് പോകുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് അല്ലെ. ഒരു റിസപ്ഷനിസ്റ്റിനെ സംബന്ധിച്ച്
എല്ലാവരെയും നന്നായിട്ട് തന്നെ കൈകാര്യം ചെയ്യാനായിട്ടുള്ള കഴിവുണ്ടാകണമെങ്കിൽ ചില പീപ്പിൾസിനോടും ഒപ്പം തന്നെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. ചില സ്വഭാവങ്ങളോട് ചിലപ്പോൾ പൊരുത്തപ്പെട്ടു പോകാനായിട്ട് അവര് തന്നെ മാറേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ അഡാപ്റ്റബിലിറ്റി എന്ന് പറയുമ്പോൾ ഏബിൾ ടു അഡ്ജസ്റ്റ് അപ്രോച്ച് അല്ലെ ടു മീറ്റ് ചേഞ്ചിങ് ഡിമാൻഡ്സ് ആൻഡ് സിറ്റുവേഷൻസ് ദാറ്റ് ഇൻക്ലൂഡ്സ് ഇൻ ഡീലിംഗ് വിത്ത് ഡൈവേഴ്സ് പീപ്പിൾ. അപ്പൊ ക്വസ്റ്റ്യൻ പറഞ്ഞത് എങ്ങനെയാണ്, ടീച്ചർ അല്ലെ ഒരു താഴെയില് എന്താണ് ഒരുപാട് എക്സാമ്പിൾസുകൾ ഉണ്ടായിരുന്നു. അതായത് എന്താണ് അറ്റൻഷൻ ടു ഡീറ്റെയിൽ ഉണ്ടായി, പ്ലാനിങ് ഓർഗനൈസിംഗ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായി, അഡാപ്റ്റബിലിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഏത് വിച്ച് അപ്രോച്ച് ഇസ് സൂട്ടബിൾ ടു അഡ്ജസ്റ്റ് അപ്രോച്ച്, പേഷ്യന്റിനോട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള അപ്രോച്ച് ഏത് ടീച്ചർ അല്ലെങ്കിൽ ഏത് സ്കില്ലിൽ നിന്നാണ് അവർ നേടിയത്? ആക്ച്വലി അഡാപ്റ്റബിലിറ്റി എന്നുള്ള സ്കില്ലാണ് അവിടെ പ്രധാനമായിട്ടും ചൂസ് ചെയ്യാനായിട്ട് വന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ചില ക്വസ്റ്റ്യൻസിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി, അഡാപ്റ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ് അപ്രോച്ച് ആണ് ഇവിടെ മീൻ ചെയ്യുന്നത്. അതായത് പേഷ്യന്റിനോടൊപ്പം തന്നെ അല്ലെ അവർക്ക് ആഗ്രഹിക്കുന്ന വിധത്തിൽ റിസൾട്ട് നേടിക്കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആയോ? Then confidentiality. Confidentiality എന്താണ് വന്നത്? Able to maintain a confidentiality and adhere to ethical standards. അതായത് നമുക്കറിയാം രഹസ്യാത്മകമായിട്ടുള്ള അല്ലെങ്കിൽ ധാർമ്മികമായിട്ടുള്ള കുറെ മൂല്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ, മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് നിലനിർത്തി കൊണ്ടുപോകാനായിട്ടുള്ള പ്രത്യേക കഴിവും ഇവർക്ക് ഉണ്ടായിരിക്കണം. നമ്മള് കുറച്ചുകൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും ചിലർക്ക് അല്ലെ ചില കാര്യങ്ങളൊക്കെ ധാർമ്മിക കാഴ്ചപ്പാടോടുകൂടി കൂട്ടിയിട്ട് തന്നെ കൈകാര്യം ചെയ്യേണ്ടതാണ്. ചില പേഷ്യൻസ് ഒക്കെ വളരെ ക്രിട്ടിക്കൽ സ്റ്റേജസ് ഒക്കെ ആയിട്ട് വരുമ്പോഴും നമുക്കറിയാം പ്രയോറിറ്റി അനുസരിച്ചിട്ട് തന്നെ അവർക്ക് ചില മുൻഗണനകളൊക്കെ കൊടുക്കേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ ആ ഒരു വിശ്വസ്തത കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാനുള്ള പ്രത്യേക കഴിവുകൾ ഉണ്ടാവണം അല്ലെ. ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് അവരുടെ കാര്യങ്ങൾ ചിലപ്പോൾ പ്രയോറിറ്റി മുൻഗണനയോട് കൂടിയിട്ട് ചിലപ്പോൾ ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഴ്സൺസ് ഒക്കെ ആണെങ്കിൽ ആദ്യം തന്നെ നിർവഹിച്ചൊക്കെ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ ഏബിൾ ടു മെയിൻറ്റെയിൻ കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് അഡ്ഹർ ടു എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ്. അപ്പൊ ധാർമ്മിക മൂല്യങ്ങൾക്കൊക്കെ ഒരു അല്ലെങ്കിൽ അവര് പേഷ്യൻസ് അർപ്പിക്കുന്ന ഒരു ആത്മവിശ്വാസം തീർച്ചയായിട്ടും അത് മനസ്സിലാക്കാനായിട്ടും അത് പ്രകടിപ്പിക്കാനുള്ള ഒരു കഴിവ് ആർക്കുണ്ടായിരിക്കണം? റിസപ്ഷനിസ്റ്റിന് ഉണ്ടായിരിക്കണം. ക്ലിയർ ആയോ സ്കില്ലുകള്? പോയിന്റ് വൈസ് ആയിട്ട് ഇവിടെ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് ഐഡിയാസ് മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പൊ നിങ്ങൾക്ക് ചോദ്യം വരുന്നതനുസരിച്ച് ആൻസർ ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ടതേ ഉള്ളൂ. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണമെന്നുള്ളത് എന്താണ് ആശയം അറിയാം. ഇൻഫോർമേഷൻ കളക്ഷൻ ആൻഡ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോഴും നമുക്കറിയാം എല്ലാ ഇൻഫോർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്യാനും അതിനെ മാനേജ് ചെയ്യാനും അല്ലെ. അതേമാതിരി തന്നെ പ്ലാനിങ് ആൻഡ് ഓർഗനൈസിങ് ഏതാണ്ട് ഇതേപോലെ തന്നെയുള്ള ഒരു കാര്യമാണ്. അറ്റൻഷൻ ടു ഡീറ്റെയിൽ എന്ന് വെച്ചാൽ ഒരുപാട് അല്ലെ എല്ലാത്തിനെയും കുറിച്ചിട്ടുള്ള ഒരു അവയർനെസ് എന്തെങ്കിലാണെങ്കിൽ നല്ല കൃത്യമായിട്ടുള്ള അക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് ഉണ്ടാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്താണ് കസ്റ്റമർ സർവീസ് സ്കില്ല്? നമുക്കറിയാം പേഷ്യൻസിനെ സാറ്റിസ്ഫൈ ചെയ്ത് കൊണ്ടുപോയാൽ തീർച്ചയായിട്ടും വീണ്ടും അവർ വരികയുള്ളൂ. അപ്പൊ അതിനുള്ള ഒരു പ്രത്യേക കഴിവുണ്ടായിരിക്കണം. അഡാപ്റ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ് അപ്രോച്ച് ആണ്. കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുമ്പോഴും നമുക്കറിയാം ധാർമ്മിക മൂല്യങ്ങൾക്കൊക്കെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിത്വമുള്ള ഒരു പേഴ്സൺ ആയിട്ടുള്ള അതിനുള്ള പ്രത്യേക കഴിവും ഇവർക്കുണ്ടായിരിക്കണം. ഇതിലൊരു ചെറിയ ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്, വായിച്ചു നോക്കാം. ഏതെങ്കിലും പോയിന്റ് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. കണ്ടിന്യൂ ചെയ്തോട്ടെ. അഡാപ്റ്റബിലിറ്റി എന്ന് പറയുമ്പോൾ പൊരുത്തപ്പെടൽ എന്നാണ് അതിന്റെ കറക്റ്റ് എക്സാക്ട് മീനിങ്. പൊരുത്തപ്പെടൽ എന്നാണ് അവരോട് പറയുന്നത്. അതായത് നമ്മുടെ ആവശ്യങ്ങളും സാഹചര്യങ്ങളും അനുസരിച്ചിട്ട് പൊരുത്തപ്പെടണം അല്ലെ. able to adjust approach to meet the changing demands and situations that includes in the dealing with the diverse people. അതായത് പീപ്പിൾസ് പറയുന്ന വ്യത്യസ്ത തരത്തിലുള്ള ജനങ്ങളാണ് അവിടെ വരുന്നത് അല്ലെ.
പീപ്പിൾസിന്റെ ഫീലിങ്സ് അനുസരിച്ചിട്ടോ ഓരോ സിറ്റുവേഷൻ അനുസരിച്ചിട്ടോ അല്ലെങ്കിൽ അവരാവശ്യപ്പെടുന്ന ഡിമാൻഡ്സ് ചെയ്യുന്നത് അനുസരിച്ചിട്ടോ അഡ്ജസ്റ്റ് ചെയ്യണം അല്ലെ. കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതായിട്ടും ചിലപ്പോ അവരോടൊപ്പം തന്നെ ചിലപ്പോ ഒരു പക്ഷേ നമുക്കറിയാം അവർക്ക് അല്ലെ കേൾക്കാനായിട്ട് നമുക്ക് ഒട്ടും മനസ്സിലാകാത്ത ഭാഷയൊക്കെയാണ് അവർ പറയണമെങ്കിൽ തന്നെ നമ്മൾ എന്താണ് എനിക്ക് നിന്ന് അവരോട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് തന്നെ അവർ പറയുന്ന കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള ഒരു സന്നദ്ധത മനോഭാവം ഉണ്ടായിരിക്കണം. ചിലപ്പോൾ നമ്മൾ ഇരിക്കുന്ന പൊസിഷനിൽ തന്നെ എനിക്ക് നിന്ന് ചിലപ്പോൾ അവർ പറയുന്ന ആശയങ്ങൾ കേൾക്കാനായിട്ട് തയ്യാറാവേണ്ട ഒരു അവസ്ഥ ഉണ്ടാവാം. കാരണം അങ്ങനത്തെ ഒരു സ്റ്റേജിലായിരിക്കും അവര് വരുന്നത്. കേസ് ചിലരൊക്കെ ആണെങ്കിൽ നമുക്കറിയാം ഭയങ്കര എന്താ പറയുക ഭയങ്കര ഹരാസ് ചെയ്യുന്ന രീതിയിൽ അല്ലെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലൊക്കെ ആയിരിക്കും കാര്യങ്ങൾ പറയുകയും പിടിക്കുകയൊക്കെ ചെയ്യുക. അപ്പോഴും അതിനോട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. ഓക്കെ, ഇപ്പൊ ചിലപ്പോൾ ഉള്ളിൽ നിൽക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെയുള്ള ഒരു നേച്ചറിലായിരിക്കും അവർ വരുന്നത്. അപ്പൊ ഇതാണ് ഹോസ്പിറ്റൽ പ്രോട്ടോകോൾ. ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യാം അല്ലെ. മാന്യമായിട്ട് തന്നെ അവരോട് ആ രീതിയിൽ അപ്രോച്ച് ചെയ്ത് മനസ്സിലാക്കി കൊടുക്കേണ്ടതൊക്കെ ആയിട്ട് വരും. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ അതാണ് അവിടെ പറയുന്നത് പൊരുത്തപ്പെടുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കഴിവ്. ഇനി എന്തെങ്കിലും അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാം. ദ മോസ്റ്റ് ക്രിട്ടിക്കൽ സ്കിൽ ഇൻക്ലൂഡ്സ്. അതിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സ്കില്ലും കൂടി എടുത്ത് പറയുന്നത് ടെലിഫോൺ എറ്റിക്കേറ്റ് നോക്കാം. ടെലിഫോൺ എറ്റിക്കേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫോൺ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ടാവും. റിസപ്ഷനിസ്റ്റിന് എന്താണ് ടെലിഫോൺ എറ്റിക്കേറ്റിൽ എടുത്ത് പറയുന്നത് പേഷ്യന്റ് കോൾ ഇൻ ദ വേ ഇൻ വിച്ച് ദ ഫ്രണ്ട് ഡെസ്ക് പേഴ്സൺ ഹാൻഡിൽസ് ദ ടെലിഫോൺ കോൾ ഡിറ്റർമിൻസ് ഹൗ ദ ഫെസിലിറ്റി ഈസ് റിസീവ്ഡ്. അവിടെ നമുക്കറിയാം സൗകര്യം എങ്ങനെ കാണപ്പെടുന്നു അല്ലെ. എന്താണ് സൗകര്യം, എങ്ങനെയാണ് ചോദിക്കുന്നത് അനുസരിച്ചിട്ട് എങ്ങനെയാണ് സൗകര്യം ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത് അതനുസരിച്ചിട്ട് തന്നെ അവർക്ക് പേഴ്സണലായിട്ട് തന്നെ മറുപടികൾ കൊടുക്കാനായിട്ട് തയ്യാറാക്കുക അല്ലെ. നല്ല തീർച്ചയായിട്ടും നമുക്കറിയാം പല സൗകര്യങ്ങളും ഹോസ്പിറ്റലിൽ ഉണ്ടാവും. ചിലർക്ക് ചില കാര്യങ്ങൾക്ക് അല്ലെ ചില സമയക്രമങ്ങളൊക്കെ ക്രമീകരിച്ച് കൊടുക്കേണ്ടതുണ്ടാവും. അപ്പൊ ഫോണിൽ എന്താണ് ആവശ്യപ്പെടുന്നത് പേഷ്യന്റ് കോൾ ചെയ്യുമ്പോൾ the way which the front of desk panel handle the telephone call determine how the facility is received. അല്ലെ ആ സൗകര്യം അവര് ചോദിക്കുന്നത് അനുസരിച്ചിട്ട് എന്ത് സൗകര്യം ചെയ്തു കൊടുക്കാൻ പറ്റും അത് അവർക്ക് ചെയ്തു കൊടുക്കാനായിട്ട് തയ്യാറാവുക. The medical office receptionist must be a good listener and maintaining confidentiality beside having good phone manners. അതായത് എപ്പോഴും റിസപ്ഷനിസ്റ്റുകൾ നല്ലൊരു ലിസണർ ആയിരിക്കണം അല്ലെ. എല്ലാം കേൾക്കാനായിട്ടുള്ള ഒരു സന്നദ്ധ മനോഭാവം അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം. ഒപ്പം തന്നെ ഒരു കോൺഫിഡൻഷ്യാലിറ്റി അല്ലെ ഒരു ആത്മവിശ്വാസം അവരിൽ ഉണർത്താൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കഴിവും അവർക്ക് ഉണ്ടാവും അല്ലെ. എങ്കിൽ മാത്രമാണ് നമുക്കറിയാം അവർക്ക് എന്ത് കാര്യം ചോദിക്കാനായിട്ടും കൃത്യമായിട്ട് ഇവർക്കും കാര്യങ്ങൾ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ നേടിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. ചിലത് എന്താണ് പലതും തുറന്ന് പറയാൻ തന്നെ പറ്റാത്ത ഒരു സ്ഥിതിയിലായിരിക്കും ചിലപ്പോൾ ഫോണൊക്കെ വിളിക്കുമ്പോൾ. അപ്പൊ അവർക്ക് പക്ഷെ അങ്ങനെയുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കി കൊടുക്കരുത്. തീർച്ചയായിട്ടും അല്ലെ വളരെ മാന്യമായ രീതിയിലുള്ള ടെലിഫോൺ മര്യാദകൾ പാലിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് പേടിയൊന്നും കൂടാതെ കാര്യങ്ങളൊക്കെ പറയാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പൊ നല്ലൊരു ശ്രോതാവായിരിക്കണം. ഒപ്പം തന്നെ അവർക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കി തക്ക വിധത്തിലുള്ള ഒരു മാനേഴ്സ് കീപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി എന്താ പറയുന്നതിൽ ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. സ്മൈൽ ആൻഡ് പ്ലസന്റ് ടോക്ക്. അതായത് ടെലിഫോൺ വിളിക്കുമ്പോഴൊക്കെ വളരെ ചിരിച്ചും അല്ലെ വളരെ ഭയങ്കര ദേഷ്യപ്പെടുന്ന രീതി അല്ലാത്ത രീതിയിൽ നല്ല സ്മൈലോട് കൂടിയിട്ട് പ്ലസന്റ് ആയിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള രീതിയിൽ തന്നെ സംസാരിക്കുക. സ്പീക്ക് ക്ലിയർലി വ്യക്തമായ രീതിയിൽ തന്നെ സംസാരിക്കുക. മേക്ക് ദം വെൽക്കം. അവരെ പരമാവധി നല്ല രീതിയിൽ തന്നെ വെൽക്കം ചെയ്യാനായിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും അങ്ങനെ വരുമ്പോൾ അവർക്ക് കോൺഫിഡൻസോട് കൂടി തന്നെ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാനായിട്ട് സാധിക്കും. ഇനി ചെയ്യരുതാത്തതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതായത് ഡിസ്ട്രാക്ട് എന്നുവെച്ചാൽ ഒരിക്കലും സംഭ്രമിപ്പിക്കുന്ന തരത്തില് അല്ലെ അവർക്കും കൂടി മനസ്സിലാവാത്ത ഭാഷയിലൊന്നും പെട്ടെന്ന് പേടിച്ചെറിഞ്ഞൊന്നും അങ്ങനെയുള്ള രീതിയിലൊന്നും ഫോണുകൾക്ക് മറുപടി കൊടുക്കാതിരിക്കുക. ഷൗട്ട് ഓർ വിസ്പർ പറഞ്ഞ ഒച്ച വെച്ചും അതേപോലെ തന്നെ കുശുകുശുക്കുന്ന രീതിയിലൊന്നും മറുപടി കൊടുക്കാതെ വളരെ വ്യക്തമായ ഭാഷയിൽ തന്നെ മറുപടി കൊടുക്കുക. ഹോൾഡ് ഫോർ ടു ലോങ്. ഒരുപാട് നേരത്തേക്കൊക്കെ ഹോൾഡ് ചെയ്ത് വെക്കരുത്. റിസീവർ ഒക്കെ എടുത്തിട്ട് അല്ലെ ഒരുപാട് നേരത്തേക്കൊന്നും ഹോൾഡ് ചെയ്ത് അവരെ മുഷിപ്പിക്കരുത്. വ്യക്തമായ ഭാഷയിൽ തന്നെ
കൃത്യമായിട്ടുള്ള സൗണ്ടോട് കൂടിയിട്ട് നല്ല പ്ലസന്റ് ടോക്കോട് കൂടിയിട്ടൊക്കെ തന്നെ മറുപടികൾ കൊടുക്കും. യാണോ? നമ്മുടെ ഫ്രണ്ട് ഓഫീസ് ഏതാണ്ട് അവസാനിച്ചു. എന്തെങ്കിലും ഭാഗങ്ങള് കിട്ടാത്തതുണ്ടോ? ചെറിയ എന്താ പറയുന്ന ആദ്യത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു വലിയ ചാപ്റ്റർ ആയിരുന്നു. നമുക്കൊരു ചെറിയ ചാപ്റ്ററിലേക്ക് കിടക്കാം. ഏതെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഏതെങ്കിലും ഭാഗത്ത് ഡൗട്ട് ഉണ്ടോ? എല്ലാവരും റിപ്ലൈ പറയാണ്ട. ഏതെങ്കിലും ഭാഗത്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാം. എല്ലാം ക്ലിയർ ആണ്. നമുക്ക് അടുത്തൊരു ചാപ്റ്ററിലേക്ക് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിടാം. അതിലില്ല എങ്കിൽ കൂടി ഞാനൊരു ചാപ്റ്റർ വെന്റിലേറ്ററിന്റെ ചാപ്റ്റർ ആണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാനുള്ളത് അധികം വലിയ ചാപ്റ്റർ അല്ല, ചെറിയ ചാപ്റ്റർ ആണ്. ഫ്രണ്ട് ഓഫീസ് പോലെ ക്ലിയർ ആണ്. നമുക്ക് വലിയ ഒരുപാട് അല്ലെ ഒരുപാട് പേജസ് ഒന്നും ഇല്ല എങ്കിലും ചിലപ്പോ കുറച്ച് അല്ലെ ഒരുപാട് എന്താ പറയുക മനസ്സിലാവുന്ന ഓരോ കാര്യങ്ങളായിരിക്കണമെന്നില്ല. ചിലതൊക്കെ ചെറുതൊക്കെയാണ്. എല്ലാവരും വിവരിച്ചൊന്നും നിങ്ങൾ മനസ്സിലാക്കി എടുക്കണമെന്നില്ല. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോകാം ഓരോ പോയിന്റ്സ് ഉണ്ടാകുന്നത്. ഓക്കെ, വെന്റിലേറ്റർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഹോസ്പിറ്റലിന്റെ അല്ലെ എപ്പോഴും വെന്റിലേറ്ററിൽ കിടക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു പേടിയാണോ ഉണ്ടാവുക എല്ലാവർക്കും? ആണോ? അത് നമുക്കറിയാം ഒരു ചെറിയ ക്രിട്ടിക്കൽ സ്റ്റേജിലൊക്കെ വരുമ്പോഴാണ് വെന്റിലേറ്റർ അല്ലെ അവിടെ നമ്മൾ വെന്റിലേറ്റർ രീതിയിലേക്ക് എത്തുക അല്ലെ. അപ്പൊ നമുക്കറിയാം ഒരു ശ്വാസതടസ്സമൊക്കെ കൂടുതൽ അനുഭവപ്പെടുന്ന സ്റ്റേജിൽ അല്ലെ കേസ് നമുക്ക് നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള ശ്വാസം എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലൊക്കെയാണ് വെന്റിലേറ്റർ മെഷീന്റെ ഉപയോഗം ആവശ്യമായിട്ട് വരും. ഓക്കെ, അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം അവര് എപ്പോഴും എന്താണ് സപ്പോർട്ടോട് കൂടിയിട്ട് അല്ലെ സ്വമേധയ നമുക്ക് ശ്വാസം എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് വെന്റിലേറ്ററിന്റെ സഹായം തേടേണ്ടി വരുന്നത്. തീർച്ചയായിട്ടും വെന്റിലേറ്റർ എന്ന് പറയുന്നത് മെഷീൻ എന്ന് പറയുന്ന ഒരു അസിസ്റ്റന്റ് മാത്രമാണ്. അതായത് അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ശ്വാസം എടുക്കാനായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു അസിസ്റ്റന്റ് മെഷീൻ മാത്രമാണ് വെന്റിലേറ്റർ എന്ന് പറയുന്നത്. ഈ വെന്റിലേറ്റർ കൊടുത്തു എന്ന് പറഞ്ഞ അസുഖമൊന്നും മാറിപ്പോകുന്നൊന്നുമില്ല. അതായത് ശ്വാസം തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യണം. വീണ്ടും ആ വ്യക്തി റിക്കവർ ചെയ്ത് വരുമ്പോൾ ഇൻ കേസ് സ്വമേധയാ ശ്വാസം എടുക്കാനൊക്കെ ആയിട്ടുള്ള ഒരു കപ്പാസിറ്റിക്ക് നേടിയെടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വെന്റിലേറ്ററിൽ നിന്നൊക്കെ വ്യക്തിയെ മാറ്റാനായിട്ട് സാധിക്കും അല്ലേ? അങ്ങനെയല്ലേ? അപ്പൊ വെന്റിലേറ്റർ എന്ന് പറയുന്നത് ഒരു അസുഖം മാറ്റിയെടുക്കാനുള്ള ഒരു മെഷീനൊന്നല്ല. അപ്പോഴത്തെ അവസ്ഥയിൽ എന്താണ് ആ വ്യക്തിക്ക് സപ്പോർട്ട് അല്ലെ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് അനുഭവിക്കപ്പെടുമ്പോൾ അതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അത്രയും മാത്രമാണ് ആ മെഷീന്റെ സഹായം കൊണ്ട് ലഭ്യമാകുന്നത്. തീർച്ചയായിട്ടും ആ രോഗി വലിയ കുഴപ്പമില്ലാതെ അവരുടെ രോഗാവസ്ഥയൊക്കെ തരണം ചെയ്ത് റിക്കവർ ചെയ്ത് കഴിഞ്ഞ് സ്വമേധയാ ശ്വാസമൊക്കെ എടുക്കാനായിട്ട് സാധിക്കുമ്പോൾ തീർച്ചയായിട്ടും വെന്റിലേറ്റർ നമുക്ക് മാറ്റിക്കളയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് വെന്റിലേറ്ററിന്റെ ചാപ്റ്ററിലേക്ക് പോകാം. ഏകദേശം അതിന് ഐഡിയ കിട്ടി അല്ലെ? എന്താണ് വെന്റിലേറ്ററിന്റെ ഉപയോഗം എന്നുള്ളൊരു ഐഡിയ കിട്ടിയോ? ഓക്കെ, അപ്പൊ നമുക്ക് ഇതിലേക്ക് പോകാം. എല്ലാവരുടെ കയ്യിലും ഉണ്ട് അല്ലെ? വെന്റിലേറ്റർ ഉണ്ടല്ലോ. ചാപ്റ്ററിന്റെ നമ്പർ ഒന്നും നിങ്ങൾ നോക്കണ്ട കേട്ടോ, കാരണം എല്ലാം വ്യത്യാസമായിരിക്കും. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ചാപ്റ്ററിന്റെ നമ്പറൊക്കെ വ്യത്യാസമായിരിക്കും. നമുക്ക് നോക്കാം. ഇൻട്രൊഡക്ഷൻ. എ മെഡിക്കൽ വെന്റിലേറ്റർ ഈസ് ആൻ എക്യുപ്മെന്റ് that assists the lungs work. അതായത് മെഡിക്കൽ വെന്റിലേറ്റർ എന്ന് പറയുന്നത് ഒരു എക്യുപ്മെന്റ് ആണ്, ഉപകരണമാണ്. ലങ്സ് വർക്കിനെ അസിസ്റ്റ് ചെയ്യുന്ന ഒരു ഉപകരണമാണ് എന്തെന്ന് പറയുന്നത് മെഡിക്കൽ വെന്റിലേറ്റർ എന്ന് പറയുന്നത്. It can be a
It can be a life-saving machine. Okay, എടുക്കാൻ പറ്റില്ലാത്തവരുണ്ടോ? കേളേ. Okay, next sentence നോക്കാം. It can be a life-saving machine if the patient is in a condition that makes it hard to breathe properly or we cannot breathe at all. അതായത് നമുക്കറിയാം ഇതൊരു ജീവൻ രക്ഷ ഉപകരണമാണെന്ന് വിശേഷിപ്പിക്കാം. കാരണം എന്തുകൊണ്ടാ, ബ്രീത്ത് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ ബ്രീത്തിന്റെ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന കണ്ടീഷനുകൾ, നമുക്ക് ശ്വാസം മുട്ടോ അല്ലെങ്കിൽ ഫിക്സ് പോലെ എന്തെങ്കിലുമൊക്കെ അല്ലെ, പെട്ടെന്ന് നമുക്ക് സാധാരണ നോർമലി എടുക്കാൻ പറ്റാത്ത ശ്വാസം എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഈ ഒരു മെഷീന്റെ അല്ലെ ഈ ഒരു എക്യുപ്മെന്റിന്റെ സഹായം തേടേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതെന്ന് പറയുന്നത് എന്താണ്, ലൈഫ് സേവിംഗ് മെഷീൻ ആണെന്ന് വിശേഷിപ്പിക്കാം. It can be a life saving machine if the patient is a condition that makes it hard to breathe. അല്ലെ, അവർക്ക് ബ്രീത്ത് എടുക്കാൻ ബുദ്ധിമുട്ടുള്ള സന്ദർഭങ്ങളിൽ properly or when cannot breathe at all, അവർക്ക് നേരാവണ്ണം ശ്വാസം എടുക്കാൻ പറ്റാത്ത അവസ്ഥകളിൽ ആണ് ഈ ഒരു എക്യുപ്മെന്റ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ലൈഫ് സേവിംഗ് മെഷീൻ ആണ്. ഓക്കെ അല്ലേ, ക്ലിയർ ആവുന്നില്ലേ? Okay, the next നോക്കാം. A ventilator helps to pump air in and out of the lungs, so the body can get the oxygen requires. അതായത് നമുക്കറിയാം അവിടെ എന്താണ്, ശരീരത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ എത്തിക്കുക എന്നുള്ളത് ആ പ്രധാനപ്പെട്ട ധർമ്മം അവിടെ നിർവഹിക്കുന്നതോടൊപ്പം തന്നെ പുറത്തേക്ക് അല്ലെ കാർബൺ ഡയോക്സൈഡിനെ പുറത്തേക്കുക എന്നുള്ള പ്രവർത്തനം കൂടി ഇവിടെ നടപ്പാക്കുന്നുണ്ട്. തന്നെ പറയുന്നത് ഈ വെന്റിലേറ്റർ ഹെൽപ്സ് ടു പമ്പ് എയർ ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദ ലങ്സ്. ലങ്സിലേക്ക് എന്താണ് എയർ കടത്തിവിടാനും പുറത്തള്ളാനായിട്ടും ഇത് സഹായിക്കുന്നു. സോ ദ ബോഡി ക്യാൻ ഗെറ്റ് ഓക്സിജൻ ഇൻ ദ റിക്വയർസ്. അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് ഓക്സിജൻ ബോഡിക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നു. പേഷ്യന്റിനെ വേറെ അവിടെ ഫിറ്റിംഗ് മാസ്ക് അല്ലെ നിങ്ങളിൽ കറക്റ്റ് ആയിരിക്കുന്നു തോന്നുന്നു. patient may wear a fitting mask to help get oxygen from the ventilator into the lungs. Correct അല്ലേ? ഈ ഫിറ്റിംഗ് ആണോ കൊടുത്തിരിക്കുന്നത്? നോക്കാം, അത് ഒന്നിച്ചുള്ള ഒരു ഇതല്ല. നോക്കാം, the patient may wear a fitting mask to help get oxygen from the ventilator into the lungs. അതായത് അതിനാവശ്യമായിട്ടുള്ള നമുക്കറിയാം കൊച്ചുകുട്ടികളാണെങ്കിൽ അല്ലെങ്കിൽ മുതിർന്നവരൊക്കെ ആണെങ്കിൽ മാസ്ക് വേരിയേഷൻ ഉണ്ടാവില്ലേ? അവനവനെ ഫിറ്റായ മാസ്കിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതാണ് ഉദ്ദേശിക്കുന്നത്. The patient may wear a fitting mask to help get oxygen from the ventilator into the lungs. ലങ്സിലൂടെ നമുക്ക് കടത്തിവിടാനായിട്ട് ഓക്സിജൻ കടത്തിവിടാനായിട്ട് അനുയോജ്യമായിട്ടുള്ള മാസ്കുകൾ ഉപയോഗിച്ചിട്ട് പേഷ്യൻസിന് അത് കൈകാര്യം ചെയ്യാം. Or if the patient's condition is more critical, a breathing tube may be pressed down to the throat to supply lungs with the oxygen. കേസ് നമുക്ക് സ്വമേധയാ അങ്ങനെ മാസ്ക് ഉപയോഗിച്ചിട്ട് ശ്വാസം എടുക്കാൻ പറ്റാത്ത തരം ക്രിട്ടിക്കൽ സ്റ്റേജസ് ആയിട്ടുള്ള പേഷ്യൻസ് ആണ് എങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ട്യൂബ് ഉപയോഗിച്ചിട്ട് അല്ലെ breathing tube may be pressed down to the throat, തൊണ്ടയിലൂടെ കടത്തി വിട്ടിട്ട് ലങ്സിലേക്ക് ഓക്സിജൻ സപ്ലൈ ചെയ്യാനായിട്ടുള്ള സംവിധാനമാണ് വെന്റിലേറ്റർ എക്യുപ്മെന്റ് ലഭ്യമാകുന്നത്. രണ്ട് രീതിയിൽ ഉപയോഗിക്കാം, മാസ്ക് ഉപയോഗിച്ചിട്ടും ലഭ്യമാക്കാം, അതോടൊപ്പം തന്നെ ബ്രീത്തിങ് ട്യൂബ് ഉപയോഗിച്ചിട്ടും ഓക്സിജൻ ശരീരത്തിനകത്തേക്കും പുറത്തേക്ക് കാർബൺ ഡയോക്സൈഡിനെ നിർവഹിക്കാനായിട്ട് കടത്തിവിടാനായിട്ടുള്ള സാഹചര്യം ഒരുക്കിയാണ് വെന്റിലേറ്റർ മെഷീൻ ചെയ്യുന്നത്. ഓക്കെ ആണോ? ഒരു രണ്ട് പോയിന്റും കൂടി അല്ല, അതുകൂടി ജസ്റ്റ് പറഞ്ഞേക്കാം. Ventilator is also known as known by other names. Breathing machine, mechanical ventilation. രണ്ട് രീതിയിൽ അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് രണ്ട് പേരിൽ അറിയപ്പെടാം. ഒന്ന് ബ്രീത്തിങ് മെഷീൻ, എന്താണ് വെന്റിലേറ്ററിന്റെ മറ്റൊരു പേര്? ബ്രീത്തിങ് മെഷീനും മറ്റൊരു പേര് മെക്കാനിക്കൽ വെന്റിലേഷൻ. ഓക്കെ, ശ്വസിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ബ്രീത്തിങ് മെഷീൻ തന്നെ വിശേഷിപ്പിക്കാം. അതല്ലെങ്കിൽ മറ്റൊരു പേരിൽ അറിയപ്പെടുന്നത് മെക്കാനിക്കൽ വെന്റിലേഷൻ.
അതായത് സ്വമേധയായുള്ള മെക്കാനിക്കൽ ആയിട്ടുള്ള സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഈ വെന്റിലേഷൻ സാധ്യമാകുന്നത്. ഇപ്പൊ രണ്ട് പേരുണ്ട്. വെന്റിലേറ്ററിന് എന്തൊക്കെ നിയമങ്ങളാണ്? ബ്രീത്തിങ് മെഷീനും മെക്കാനിക്കൽ വെന്റിലേഷൻ. ഓക്കെ, ക്ലിയർ ആയോ? ഭാഗം എന്തായാലും നെക്സ്റ്റ് ടൈമിൽ എടുക്കാം. ഒന്ന് വായിച്ചു നോക്കാം. ണോ? എടുത്തു പോണതിന് ബുദ്ധിമുട്ടുണ്ടോ? ശരിയാണ്, കുഴപ്പമില്ല. നെക്സ്റ്റ് ഭാഗം എടുത്തോട്ടെ. ഓക്കെ ആണെങ്കിൽ അടുത്ത ഭാഗം എടുത്തോട്ടെ. ഫസ്റ്റ് ഭാഗമെങ്കിൽ നമുക്ക് കവർ ചെയ്ത് പോകാം. നമുക്ക് നോക്കാം. Some of the health conditions that may require ventilators. ചില ഹെൽത്ത് ഇഷ്യൂസുകൾ വരുമ്പോഴല്ലേ, നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും പ്രോബ്ലംസ് വരുമ്പോഴല്ലേ, ആരോഗ്യക്കുറവുകൾ എന്തെങ്കിലും അനുഭവപ്പെടുമ്പോഴൊക്കെയാണ് സാധാരണയായിട്ട് നമ്മൾ വെന്റിലേറ്ററിന്റെ സഹായം തേടേണ്ടി വരുന്നത്. Different types of health conditions can relate to difficulty in breathing such as അങ്ങനെയുള്ള കുറച്ച് കണ്ടീഷനുകളാണ് താഴെ പറയുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് acute respiratory distress syndrome. ആ ഒരു അബ്രിവേഷൻ നോട്ട് ചെയ്തേരെ, ARDS. ഇതാണ് അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം എന്ന് പറയുന്നത്. അതായത് നമ്മൾക്ക് അല്ലെ, നമ്മുടെ റെസ്പിറേറ്ററിയെ ബാധിക്കുന്ന തരത്തിൽ നമ്മുടെ ശ്വാസകോശങ്ങളെയൊക്കെ അതിന്റെ ഇൻ ആൻഡ് ഔട്ട് നമുക്ക് ശരീരത്തിലേക്ക് വായു വലിച്ചെടുക്കാനും പുറത്തള്ളപ്പെടാനുമായിട്ടുള്ള അത്തരം സാധ്യതകളിനെ അല്ലെ, എന്തെങ്കിലും മനസ്സിലേക്ക് എന്തെങ്കിലും വീക്കാവുന്ന തരത്തിലുള്ള എന്തെങ്കിലും അസുഖങ്ങൾ വരുമ്പോഴും അതാണ് അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള അസുഖങ്ങൾ, ക്രിട്ടിക്കൽ ആയിട്ടുള്ള അവസ്ഥകളൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം അവർക്ക് സ്വമേധയാ ശ്വാസം എടുക്കാനും പുറന്തള്ളാനും സാധിക്കാതെ വരും. അതായത് നമ്മുടെ ശരീരത്തിലേക്ക് നേരാവണ്ണം അല്ലെ, നമുക്ക് സ്വാഭാവികമായിട്ടുള്ള ശ്വാസം വലിച്ചെടുക്കാനും തിരിച്ചു പുറന്തള്ളാനുമുള്ള ശേഷിയില്ലാത്ത അവസ്ഥ. അതായത് അതിന് എന്തെങ്കിലും അസുഖങ്ങൾ ബാധിക്കും അല്ലെ, ലങ്സുകൾക്ക് എന്തെങ്കിലും അസുഖങ്ങൾ ബാധിക്കും. ണോ? റെസ്പിറേറ്ററി എന്ന് പറയുന്നത് ശ്വാസം വലിച്ചെടുക്കാനും പുറന്തള്ളാനായിട്ടുള്ള സാഹചര്യക്കുറവ്. അങ്ങനെയുള്ള സാഹചര്യം, അസുഖങ്ങൾ അതിനെ പിടിപെടുമ്പോൾ അത്തരത്തിലുള്ള അവസ്ഥയെയാണ് നമ്മൾ പറയുന്നത് അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം. അതായത് അവരുടെ ശ്വാസകോശത്തിന് എന്തൊക്കെയോ അല്ലെ അസുഖങ്ങൾ ബാധിച്ചിട്ടുണ്ട്. അവർക്ക് നേരാവണ്ണം ശ്വാസം പുറത്തേക്ക് അകത്തേക്ക് വലിച്ചെടുക്കാനും പുറത്തള്ളാനും സാധിക്കാത്ത അവസ്ഥയാണ് ഉള്ളത്. ഓക്കെ, ഇൻ കേസ് നമുക്കറിയാം എന്തെങ്കിലും ഫ്ലൂയിഡ് ഒക്കെ വന്നു കഴിയുമ്പോഴൊക്കെ അല്ലെ, അടിഞ്ഞു കൂടുമ്പോഴൊക്കെ ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ മാത്രമല്ല, അത് ഇപ്പോൾ എന്തെങ്കിലും ഫ്ലൂയിഡ് ഒക്കെ വന്ന് അടിഞ്ഞു കൂടുമ്പോഴും ആ സമയത്തൊക്കെ നമുക്കറിയാം അല്ലെ, ഇൻ കേസ് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന അസുഖങ്ങളൊക്കെയാണ് അല്ലെ, കുറച്ച് നാളൊക്കെ വെന്റിലേറ്ററിന്റെ സഹായത്തോട് കൂടിയിട്ട് ഹെൽപ്പോട് കൂടിയിട്ട് കൈകാര്യം ചെയ്തതിനു ശേഷം മാറ്റിയെടുക്കാൻ പറ്റുന്ന അസുഖങ്ങളുമുണ്ട് അല്ലെ. എല്ലായ്പ്പോഴും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റാത്ത അസുഖങ്ങൾ മാത്രമല്ല ഉള്ളത്, നമുക്ക് പലപ്പോഴും മാറ്റിയെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള അസുഖങ്ങളുമുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഫ്ലൂയിഡ് ഒക്കെ വന്ന് അടിഞ്ഞു കൂടിയിട്ട് ഇൻ കേസ് നമുക്ക് ശ്വാസം എടുക്കാനൊന്നും പറ്റാത്തൊരവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം കുറച്ച് നാളത്തെ വെന്റിലേഷന്റെ സപ്പോർട്ടോട് കൂടിയിട്ട് അത് കൈകാര്യം ചെയ്തതിനു ശേഷം വീണ്ടും നമുക്ക് വെന്റിലേറ്ററിന്റെ സഹായം ഇല്ലാതെ ആ വ്യക്തിക്ക് പേഷ്യന്റിനെ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാനൊക്കെ ആയിട്ട് സാധിക്കും. ആണോ? ഫസ്റ്റ് ഒരു പോയിന്റ് മാത്രം ജസ്റ്റ് നോക്കിയാൽ മതി. വീണ്ടും എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ജസ്റ്റ് അബ്രിവേഷൻ എന്തായാലും പഠിച്ചു വെക്കുക, അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം.
Thank you, ma'am. Thank you, ma'am. Thank you.